എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു വ്യൂവർ ഒരു കമന്റ് ഇട്ടായിരുന്നു. അതായത് ഡെലിവറി ബോയ്സിന് ഒരു സാധനം പാക്കേജ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ പോകുമ്പോൾ ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കാം, അവർ സംസാരിക്കാറുള്ള ഡയലോഗുകൾ, എക്സാമ്പിൾ കുറച്ച് സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ജെനുവിൻ കമൻ്റ് ആണ്, അത്രയും അത്യാവശ്യമാണെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഒരു ഐറ്റം ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ സർവീസിൽ നിന്ന് ഡെലിവറി ബോയ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അതേ വ്യക്തിയാണോ എന്നറിയാൻ ഇതുപോലെ ചോദിക്കാം. എങ്ങനെ? ഹലോ, ആർ യു മിസ്റ്റർ വിശ്വനാഥ്? ഹലോ, ആർ യു മിസ്റ്റർ വിശ്വനാഥ്? അല്ലേ? അപ്പൊ ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാം? ഹലോ, ക്യാ ആപ് വിശ്വനാഥ് ജി ഹേ? ക്യാ ആപ് വിശ്വനാഥ് ജി ഹേ? കസ്റ്റമറെ നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നീയെന്നോ എടോന്നോ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് വിളിക്കേണ്ടത്? താങ്കൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഹിന്ദിയിൽ ആപ്പ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ക്യാ യൂസ് ചെയ്യുന്നതാണ്. ക്യാ ആപ്പ് വിശ്വനാഥ് ജി ഹേ? ക്യാ ആപ്പ് വിശ്വനാഥ് ജി ഹേ? ക്യാ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ ആണോ എന്നുള്ള അർത്ഥത്തിലാണ്. ആപ്പ് മീൻസ് താങ്കൾ. വിശ്വനാഥ് ജി, ജി എന്ന് ഉദ്ദേശിക്കുന്നത് ബഹുമാന സൂചകമായിട്ടാണ്. ക്യാ ആപ്പ് വിശ്വനാഥ് ജി ഹേ? താങ്കൾ വിശ്വനാഥ് ജി ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹലോ സർ, ഡിഡ് യു ഓർഡർ എനിത്തിങ് ഫ്രം ആമസോൺ? ഹലോ സർ, ഡിഡ് യു ഓർഡർ എനിത്തിങ് ഫ്രം ആമസോൺ? എന്താണ് അതിന്റെ അർത്ഥം? താങ്കൾ ആമസോണിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? അല്ല, ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിക്കാം. താങ്കൾ ആമസോണിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തിരുന്നോ? അപ്പൊ അതെങ്ങനെ ഹിന്ദി ചോദിക്കാം? ഹലോ സർ, ക്യാ ആപ്നെ ആമസോൺ സെ കുച്ച് ഓർഡർ കിയാ ഹേ? ഓക്കെ, ക്യാ ആപ്നെ ആമസോൺ സെ കുച്ച് ഓർഡർ കിയാ ഹേ? ക്യാ ആപ്നെ, ക്യാ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ചെയ്തിരുന്നോ അല്ലെ? അതുകൊണ്ടാണ് ക്യാ വന്നത്. ആപ്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു എങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന ആളുടെ കൂടെ നേ ചേർക്കും. പാസ്റ്റ് ടെൻസിലാവുമ്പോൾ, അതായത് കംപ്ലീറ്റഡ് ആണെങ്കിൽ. ക്യാ ആപ്നെ, ആപ്നെ ആപ്പ് എന്നുള്ളതിൻ്റെ കൂടെ നേ ചേർത്ത്. ഇവിടെ ആപ്പാണ് കർത്ത, ചെയ്യുന്ന ആളാണ് കർത്ത, അതിൻ്റെ കൂടെ നേ വന്നു. അപ്പോൾ ആപ്നെ, താങ്കൾ ചെയ്തിരുന്നു. എന്ത്? ആമസോൺ സേ കുച്ച് ഓർഡർ കിയാ ഹേ? ആമസോൺ സേ, സേ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഫ്രം. ആമസോൺ സേ, ഫ്രം ആമസോൺ. ഓക്കെ, ആമസോണിൽ നിന്ന്. കുച്ച് ഓർഡർ കിയാ ഹേ, എന്തെങ്കിലും. കുച്ച് എന്ന് വെച്ചാൽ സംതിങ്, എന്തെങ്കിലും. ഓർഡർ കിയാ ഹേ, ഓർഡർ ചെയ്തിരുന്നു. യുവർ പാക്കേജ് ഹാസ് അറൈവ്ഡ്. യുവർ പാക്കേജ് ഹാസ് അറൈവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ പാക്കേജ് എത്തിയിട്ടുണ്ട് അല്ലേ, വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി പാക്കേജ് റെഡി ആയിട്ടുണ്ട് എന്ന് പറയുവാണ്. യുവർ പാക്കേജ് ഹാസ് അറൈവ്ഡ് എങ്ങനെ പറയാം? യുവർ പാക്കേജ് എന്നുള്ളതിന് താങ്കളുടെ പാക്കേജ് അല്ലേ, അപ്പോൾ താങ്കളുടെ എന്ന് വരാൻ ആപ്ക. പാക്കേജിനെ നമുക്ക് ഹിന്ദിയിൽ പാക്കേജ് തന്നെ പറയാവുന്നതാണ്. ഹാസ് അറൈവ്ഡ് എന്ന് പറയുമ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ ഗയാ ഹേ, ആ ഗയാ ഹേ. ആ ഗയാ എന്ന് പറഞ്ഞാൽ എത്തുക, എത്തി എന്നാണ് അർത്ഥം. ആ ഗയാ ഹേ, എത്തിയിട്ടുണ്ട്. ആപ്ക പാക്കേജ് ആ ഗയാ ഹേ. യുവർ പാക്കേജ് ഹാസ് അറൈവ്ഡ്, താങ്കളുടെ പാക്കേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ അഡ്രസ്? ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ അഡ്രസ്? താങ്കളുടെ അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യാമോ അല്ലെ? അവര് ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മുടെ അഡ്രസ്സിലേക്ക് വരുവാണ്. അപ്പൊ ആ അഡ്രസ്സ് അത് തന്നെയാണോ എന്നറിയാൻ കൺഫർമേഷൻ നമുക്ക് വരുന്ന വഴി വിളിച്ചു ചോദിക്കാം. അപ്പൊ എങ്ങനെയാണത് ഹിന്ദി ചോദിക്കേണ്ടത്? ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ അഡ്രസ് അല്ലെ? ക്യാ ആപ് कृपया अपना पता कंफर्म कर सकते हैं? पता मीन्स अड्रेस, पता अड्रेस. अपना पता യുവർ അഡ്രസ് അല്ലെ, താങ്കളുടെ സ്വന്തം അഡ്രസ്. ആപ് കൃപയ, കൃപയ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് അർത്ഥം. അപ്പോൾ
ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഇടയിലും ഇതുപോലുള്ള കൃപയ എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം എന്നില്ല. പക്ഷേ ഇവിടെ പ്ലീസ് എന്ന് പറയണം എന്നാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക ആ പ്ലീസിന് പകരമുള്ള വാക്ക് എവിടെയും ചോദിക്കാം. അപ്പം അതുകൊണ്ടാണത് കൂടുതലും മെൻഷൻ ചെയ്ത് ഈ സെന്റൻസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നോർമൽ ടോക്കിങ്ങിൽ കൃപയ എന്ന് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം എങ്ങനെ ചോദിക്കാം? ക്യാ അപ്നാ പത്ത കൺഫേം കർ സക്തേ, അങ്ങനെ ചോദിക്കാവുന്നതാണ്. താങ്കൾക്ക് താങ്കളുടെ അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്ത് പറയാമോ, അല്ലെ? കൺഫേം കർ സക്തേ, കൺഫേം ചെയ്യാമോ. ഓക്കെ, ക്യാൻ യു പ്ലീസ് കൺഫേം യുവർ അഡ്രസ്? ക്യാ ആപ് कृपया अपना पता कंफर्म कर सकते हैं? आई एम हियर टू डेलिवर യുവർ പാക്കേജ്. ഐ എം ഹിയർ ടു ഡെലിവർ യുവർ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ താങ്കളുടെ പാക്കേജ് ഡെലിവർ ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എത്തിയിട്ടുണ്ട്. താങ്കൾക്കിപ്പോൾ ഡെലിവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അഡ്രസ്സ് ചോദിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്, താങ്കളുടെ പാക്കേജ് ഡെലിവർ ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ എന്നുള്ളതിന് മേ, താങ്കളുടെ പാക്കേജ് ആപ്കാ പാക്കേജ്. ഇനി എന്തിനു വേണ്ടിയാ വന്നത്? ടു ഡെലിവർ, അല്ലെ? ഡെലിവർ കർണേ. ടു ഡെലിവർ എന്ന് പറയുമ്പോൾ ഡെലിവർ കർണേ, വന്നിട്ടുണ്ട്, അല്ലെ? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണെങ്കിൽ ആയാഹു. ഓക്കെ, ആയാഹു. മേ വരുമ്പോൾ എൻഡിങ്ങിൽ ഹും വരും. പ്രസന്റ് ടെൻസ് ആണത്, അല്ലെ? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കറൻലി അയാൾ അവിടെ ഉണ്ട്, അല്ലെ? ഐ എം ഹിയർ ടു ഡെലിവർ യുവർ പാക്കേജ്. मैं आपका पैकेज डिलीवर करने आया हूँ. मैं आपका पैकेज डिलीवर करने आया हूँ. ഞാൻ താങ്കളുടെ പാക്കേജ് ഡെലിവർ ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്തത്, ഐ എം ഹാവിങ് സം ട്രബിൾ ഇൻ ഫൈൻഡിങ് യുവർ അഡ്രസ്. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? അല്ലെ, നമ്മളൊരു അഡ്രസ്സ് ഓൺലൈൻ കൊടുത്തു എന്ന് വിചാരിച്ച് അവർക്ക് പെട്ടെന്ന് നമ്മുടെ അഡ്രസ്സ് കണ്ടെത്താൻ സാധിക്കണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ വരുന്ന വഴിയിലെ വഴിതെറ്റിയേക്കാം, അല്ലെ? അഡ്രസ്സ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? നമ്മളെ വിളിച്ചിട്ട് അഡ്രസ്സ് ഒന്നുകൂടി കറക്റ്റായിട്ട് പറഞ്ഞു തരാവോ, അല്ലെ? ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല എന്ന് നമ്മളെ അറിയിക്കാം. അപ്പൊ അതിന് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണിത്. ഐ എം ഹാവിങ് സം ട്രബിൾ ഇൻ ഫൈൻഡിങ് യുവർ അഡ്രസ് എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് താങ്കളുടെ അഡ്രസ്സ് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അല്ലെ? ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാമോ, അല്ലെ? എന്നെ ഒന്ന് സഹായിക്കാമോ? നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിച്ചേരാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല, അപ്പം എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ ഐ എം ഹാവിങ് സം ട്രബിൾ. ട്രബിൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്, പരേശാനി. ഓക്കെ, ഹാവിങ് സം ട്രബിൾ എന്ന് പറയുമ്പോൾ പരേശാനി ഹോ രഹി ഹേ, പരേശാനി ഹോ രഹി ഹേ. ഫൈൻഡിങ് യുവർ അഡ്രസ്. ഫൈൻഡിങ് മീൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡിങ് ഡൂണ്ടന, സെർച്ച് ചെയ്യുക, ഡൂണ്ടന. ഫൈൻഡിങ് കണ്ടുപിടിക്കുക, അല്ലെ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യുവർ അഡ്രസ്, ആപ്കെ പത്തേ, അല്ലെ? താങ്കളുടെ അഡ്രസ്. മുझे आपके पते को ढूंढने में പരേശാനി ഹോ രഹി ഹൈ. ഇവിടെ പത്ത എന്നുള്ള അഡ്രസ് ആണ്, അതിന്റെ കൂടെ കോ എന്നുള്ള കാരൊക്കെ ചേരുമ്പോൾ പത്താക്കോ എന്ന് നമ്മൾ പറയാറില്ല, പത്തേക്കോ എന്നാണ് പറയേണ്ടത് അഡ്രസ്സിനെ. ഇവിടെ പത്തേ എന്നുള്ളത് പ്ലൂറൽ അല്ല, പക്ഷേ കോ എന്നുള്ള കാരൊക്കെ ചേർക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ വരുന്ന ആ വാക്കിന് ചെറിയ ചേഞ്ച് വരും. അതായത് പത്ത എന്നുള്ളത് പത്തേക്കോ. ഓക്കെ, ഇപ്പൊ ബെച്ച, കുട്ടിയെ ഉറക്കുന്നു എന്നാണെങ്കിൽ ബെച്ച എന്നുള്ളതാണ് സിംഗുലർ, കുട്ടി. അതിനെ നമ്മൾ കോ ചേർക്കുമ്പോൾ ബെച്ചേക്കോ എന്നാവും. ഓക്കെ, കുട്ടിയെ. അതുപോലെ ഇവിടെ അഡ്രസ്സിനെ, അല്ലെ? മുझे, എനിക്ക്, ആപ്കെ പത്തേക്കോ ഢൂണ്ഡ്നേമേ, താങ്കളുടെ അഡ്രസ്സ് അന്വേഷിക്കുന്നതിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിൽ പരേശാനി ഹോ രഹി ഹേ, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. മുझे आपके पते को ढूंढने में പരേശാനി ഹോ രഹി ഹേ. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാമോ, അല്ലെ? ഹെൽപ്പ് എന്നുള്ളതിന് ഹിന്ദിയിൽ മദദ്. ക്യാ ആപ് കൃപയാ മേരി മദദ് കർ സക്തേ ഹോ? താങ്കൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാവോ? താങ്കൾക്ക് എന്നുള്ളതിന് ആപ്, ദയവായി എന്നുള്ളതിന് കൃപയാ, മേരി മദദ് കർ സക്തേ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഹെൽപ്പ് ചെയ്യാമോ? ക്യാ ആപ് കൃപയാ മേരി മദദ് കർ സക്തേ, താങ്കൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ടെൽ മീ എ ലാൻഡ് മാർക്ക്, അല്ലെ? അപ്പോൾ ആ അഡ്രസ്സ് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആകണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡെലിവറി ബോയ് നമ്മളോട് ചോദിക്കുവാണ്, ക്യാൻ യു ടെൽ മീ എ ലാൻഡ് മാർക്ക്,
താങ്കൾക്കൊരു ലാൻഡ്മാർക്ക് പറഞ്ഞു തരാവോ? അതെങ്ങനെ ചോദിക്കാം? ക്യാൻ യു ടെൽ മീ എ ലാൻഡ്മാർക്ക്? ലാൻഡ്മാർക്ക് എന്നുള്ളതിന് ലാൻഡ്മാർക്ക് എന്ന് തന്നെ പറയാ, കുഴപ്പമില്ല. ഇനി താങ്കൾക്ക് എന്നുള്ളതിനോ? ആപ്. ആപ് എക് ലാൻഡ്മാർക്ക് പറയാൻ പറ്റുമോ എന്നെങ്ങനെ ചോദിക്കാം? ബത്താ സക്തേ. ബത്താന മീൻസ് പറയുക. ക്യാൻ യു ടെൽ എന്നാവുമ്പളോ പറയാൻ സാധിക്കുമോ എന്നാണെങ്കിലോ ബത്താ സക്തേ ഹേ. ഓക്കെ. ക്യാ ആപ് എക് ലാൻഡ്മാർക്ക് ബത്താ സക്തേ? ക്യാ ആപ് എക് ലാൻഡ്മാർക്ക് ബത്താ സക്തേ? താങ്കൾക്കൊരു ലാൻഡ്മാർക്ക് പറയാമോ? ഓക്കെ, പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കാം. ഐ വിൽ അറൈവ് ആഫ്റ്റർ 1 PM. ഐ വിൽ അറൈവ് ആഫ്റ്റർ 1 PM. ഞാൻ 1 മണിക്ക് ശേഷം എത്തും. അല്ലേ? 1 മണിക്ക് ശേഷം ഞാൻ എത്തും എന്ന് പറയുവാണ്. അപ്പൊ അതായത് ആ സമയത്ത് നിങ്ങളെ വീട്ടിലുണ്ടാവണം, ആ സമയത്ത് ഞാൻ എത്തും എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യുവാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ എന്നുള്ളതിന് മേ. ഇനി 1 PM അല്ലേ, അതായത് ഉച്ച കഴിഞ്ഞ് 1 മണി. അപ്പൊ ഉച്ച കഴിഞ്ഞ് എന്നുള്ളതിന്, ആഫ്റ്റർനൂൺ എന്നുള്ളതിന് നമ്മൾ ദോപഹർ എന്നാണ് പറയുന്നത്, ഉച്ച. ഓക്കെ, ദോപഹർ. 1 മണി എന്നുള്ളതിന് 1 ബജെ. 1 ബജെ. ദോപഹർ 1 ബജെ, ഉച്ചയ്ക്ക് ശേഷം 1 മണി. ഓക്കെ, ആഫ്റ്റർനൂൺ 1 o'clock. ദോപഹർ 1 ബജെ. ആഫ്റ്റർ എന്നുള്ളതിന് എന്താണ്? കെ ബാദ്, ശേഷം. കെ ബാദ്, ശേഷം. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം, മേ ദോപഹർ 1 ബജെ കെ ബാദ് വെൽ അറീവ് എന്ന് വെച്ചാൽ എന്താണ്? എത്തും. അല്ലേ? ഞാൻ എത്തും എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ഫ്യൂച്ചർ ടെൻസിലാണ്. പൗഞ്ച് ജാന എന്നാണ് എത്തുക എന്നുള്ളതിന് അർത്ഥം. പൗഞ്ച് ജാന. പൗഞ്ച് ജാവുങ്ക എന്ന് പറഞ്ഞാലോ എത്തും. അല്ലെ? മേ ദോപഹർ 1 ബജെ കെ ബാദ് പൗഞ്ച് ജാവുങ്ക. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം എത്തും. മേ ദോപഹർ 1 ബജെ കെ ബാദ് പൗഞ്ച് ജാവുങ്ക. അടുത്തത് നമ്മുടെ ഡെലിവറി ബോയ്ക്ക് പറയാം, ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഞാൻ ഇത്ര മണിയാവുമ്പോഴേക്കും അവിടെ എത്തും എന്ന് നമുക്ക് അവർക്ക് പറയാവുന്നതാണ്. അപ്പോൾ ആം ഇൻ എടപ്പള്ളി നൗ. ഞാനിപ്പോൾ എടപ്പള്ളിയിലാണ്. ഓക്കെ, ഞാനിപ്പോൾ എടപ്പള്ളിയിലാണ് നിൽക്കുന്നത്. അപ്പം എങ്ങനെ പറയാം? ആം ഇൻ എടപ്പള്ളി നൗ. അതിന് ഹിന്ദിയിൽ ഞാൻ എന്നുള്ളതിന് മേ, നൗ അതായത് ഇപ്പോൾ എന്നുള്ളതിന് അഭി. മേ അഭി എടപ്പള്ളിയിൽ. അല്ലെ? ഇൻ എടപ്പള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻ എന്നുള്ളതിന് ഹിന്ദിയിൽ മേമാണ്. അപ്പൊ ഇടപ്പള്ളി മേം. ഇൻ എടപ്പള്ളി, ഇടപ്പള്ളിയിൽ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയേണ്ടത് ഇടപ്പള്ളി മേം. ഇനി ഞാനിപ്പോൾ ഇടപ്പള്ളിയിലാണ്. അല്ലെ? ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? ഹും ആണ്. മേം വരുമ്പോൾ എൻഡിങ്ങിൽ ഹും വരണം, കാരണം ഇവിടെ പ്രസന്റ് ടെൻസ് ആണ്. അല്ലെ? ഞാൻ ഇപ്പോൾ ഇടപ്പള്ളിയിലാണ്. ഓക്കെ, ഐ ആം ഇൻ എടപ്പള്ളി നൗ. മേ അഭി ഇടപ്പള്ളി മേ ഹൂ. I will reach there by 3 PM. I will reach there by 3 PM. ഞാൻ അവിടെ 3 മണിയാവുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞാൻ എന്നുള്ളതിന് മേം എത്ര മണിക്ക് എത്തുന്നത്? 3 PM. അല്ലേ? 3 ബജെ തക് ബൈ 3 PM. 3 മണിയാവുമ്പോഴേക്കും. അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഹിന്ദിയിൽ എങ്ങനെയാ? 3 ബജെ തക് വിൽ റീച്ച്, എത്തും. അല്ലേ? വിൽ റീച്ച് ദർ, അവിടെ എത്തും എന്നാണ് പറയുന്നത്. ദർ എന്നുള്ളതിന് വഹാം, അവിടെ. വിൽ റീച്ച് ദർ വഹാം പൗഞ്ച് ജാവുങ്ക. ഓക്കെ, പൗഞ്ച് ജാന എത്തുക, പൗഞ്ച് ജാവുങ്ക എത്തും. വിൽ റീച്ച് ദർ വഹാം പൗഞ്ച് ജാവുങ്ക. മേ 3 ബജെ തക് വഹാം പൗഞ്ച് ജാവുങ്ക. ഞാൻ 3 മണിയാവുമ്പോഴേക്കും അവിടെ എത്തും. സർ, ദർ ഇസ് എ ട്രാഫിക് ബ്ലോക്ക് ഹിയർ. ഐ വിൽ ബി ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. Sir, there is a traffic block here. I will be late by half an hour. അതായത് നമ്മൾ ഹൈവേ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും ബ്ലോക്ക് വരാം. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് പറയുന്ന കറക്റ്റ് ടൈമിന് എത്താൻ കഴിയണം എന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഹിന്ദി പറയാം? സർ, ഇവിടെ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആണ്, ഞാനൊരു 1/2 മണിക്കൂർ ലേറ്റ് ആവും. അല്ലേ? 1/2 മണിക്കൂർ ഞാൻ ലേറ്റ് ആവും. അപ്പോൾ അതെങ്ങനെ ഹിന്ദി പറയാം? ആദ്യം നമുക്ക് ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യം പറയാം. സർ എന്നുള്ളതിന് റെസ്പെക്റ്റോടുകൂടി നമുക്ക് ഹിന്ദിയിൽ ജി എന്ന് വിളിക്കാം. ജി, ദർസ് എ ട്രാഫിക് ബ്ലോക്ക് ഹിയർ. ഹിയർ എന്നുള്ളതിന് ഇവിടെ. അല്ലെ? യഹാം. ട്രാഫിക് ബ്ലോക്ക് ഹിന്ദിയിലെ ട്രാഫിക് ജാം എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. യഹാം ട്രാഫിക് ജാം ഹേ. ജി യഹാ ട്രാഫിക് ജാം ഹേ. സർ, ദർ ഇസ് എ ട്രാഫിക് ബ്ലോക്ക് ഹിയർ
എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം? ജി ഹാ ട്രാഫിക് ജാം ഹേ. ഐ വിൽ ബി ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. അപ്പൊ അതിനെ ഹിന്ദിയിൽ എന്ന് പറയാം? ആധാ ഘണ്ട. ഓക്കെ, ആധാ ഘണ്ട. ഇവിടെ ആധാ ഘണ്ട എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ അത്രയും കൂടി വൈകും എന്ന് പറയാൻ അതിനിടയിൽ നമ്മൾ കാരക് ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കാരക് ഇവിടെ കീ ആണ്. ദേരി, ദേരി എന്ന് പറഞ്ഞ താമസം, വൈകും എന്നുള്ള അർത്ഥത്തിൽ ദേരി. ഓക്കെ, അപ്പൊ ദേരി സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കീ എന്നുള്ളത് കാരക്കാണ്. അതുകൊണ്ട് നമുക്ക് ഘണ്ട, മണിക്കൂറിനെ ഘണ്ട, ആധാ ഘണ്ട, ആധാ ഘണ്ട എന്ന് പറയാൻ പറ്റില്ല. ആധേ ഘണ്ടേ. ഓക്കെ, मैं आधे घंटे की देरी से पहुंचूंगा. ओके, आई विल बी लेट बाय ഹാഫ് ആൻ അവർ. मैं आधे घंटे की देरी से पहुंचूंगा. ഞാൻ അരമണിക്കൂർ വൈകുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അന്ന് അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞില്ലെന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അതായത് ചില ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഡെലിവറി എത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ കൊറിയർ ഡെലിവറി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇത് കോൾ ചെയ്താണ് അറിയിക്കുന്നതെങ്കിൽ എങ്ങനെ പറയാം? സോറി, ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ടുഡേ. എനിക്കിന്ന് എത്താൻ സാധിക്കില്ല. ക്യാൻ ഐ ഡെലിവറി ടുമോറോ? ഞാൻ അത് നാളെ ഡെലിവറി ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ അതെങ്ങനെയാണ്? സോറി, ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ടുഡേ. സോറി, എനിക്കിന്ന് എത്താൻ സാധിക്കില്ല. ക്യാൻ ഐ ഡെലിവറി ടുമോറോ? ഞാനത് നാളെ ഡെലിവർ ചെയ്താൽ മതിയോ അല്ലേ? അപ്പൊ ഇതെങ്ങനെ ഹിന്ദി ചോദിക്കാം? സോറി എന്നുള്ളതിന് മാഫ് കീജിയേ, മാഫ് കീജിയേ. സോറി, മാഫ് കീജിയേ. ഇനി ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ടുഡേ അല്ലേ? അപ്പോ എനിക്ക് കഴിയില്ല അല്ലേ? അപ്പൊ അതിന് നമ്മൾ നെഹി പാവുങ്ക, പൗഞ്ച് നെഹി പാവുങ്ക. എന്താ കഴിയാത്തത്? എത്താൻ കഴിയില്ല അല്ലെ? ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച്, വോണ്ട് ബി ഏബിൾ ടു റീച്ച്, എത്താൻ കഴിയില്ല. പൗഞ്ച് നെഹി പാവുങ്ക. ഓക്കെ, എന്നാണ് എത്താൻ കഴിയാത്തത്? ടുഡേ, ആജ്. മേ ആജ് പൗഞ്ച് നെഹി പാവുങ്ക. എനിക്കിന്ന് എത്താൻ കഴിയില്ല. ക്യാ മേ കൽ ഡെലിവറി കർ സക്താ ഹൂ? ക്യാൻ ഐ ഡെലിവറി ടുമോറോ? ഞാൻ നാളെ ഡെലിവറി ചെയ്താൽ മതിയോ അത് അല്ലെ? അപ്പൊ അതിനെങ്ങനെ ചോദിക്കാം? ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ക്യാ വരും. ഇനി ഞാൻ എന്നുള്ളതിന് മേ, ടുമോറോ, ടുമോറോ എന്നുള്ള വാക്കിന് കൽ അല്ലെ? കൽ എന്നുള്ളതിന് ടുമോറോ എന്നും യെസ്റ്റർഡേ എന്നും നമ്മൾ പറയാറുണ്ട്. ഇവിടെ ക്യാൻ ഐ ഡെലിവറി ടുമോറോ? നാളെ ഡെലിവറി ചെയ്താൽ മതിയോ ചോദിക്കുമ്പോൾ ഇത് നാളത്തെ കാര്യമാണ് അല്ലെ? ഫ്യൂച്ചറിലെ കാര്യമാണ്. അപ്പൊ ക്യാ മേ കൽ ഡെലിവറി കർ സക്താ ഹൂ? ക്യാൻ ഐ ഡെലിവർ എന്നുള്ളതിനാണ് ഡെലിവറി കർ സക്താ ഹൂ. എനിക്ക് നാളെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്താൽ മതിയാകുമോ എന്ന് ചോദിക്കുവാണ്. സോറി, ഐ വോണ്ട് ബി ഏബിൾ ടു റീച്ച് ടുഡേ. ക്യാൻ ഐ ഡെലിവറി ടുമോറോ? മാഫ് കീജിയേ, मैं आज पहुंच नहीं पाऊंगा. क्या मैं कल डिलीवरी कर सकता हूँ? ഓക്കെ, അങ്ങനെ ചോദിക്കാവുന്നതാണ്. സർ, വിൽ യു ബി അവൈലബിൾ ആഫ്റ്റർനൂൺ? താങ്കൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുമോ അല്ലെ? അങ്ങനെ ചോദിക്കാം നമുക്ക്. പിറ്റേ ദിവസത്തേക്ക് മാറ്റുവാണ്. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അദ്ദേഹം ഉണ്ടാവോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? സർ, വിൽ യു ബി അവൈലബിൾ ആഫ്റ്റർനൂൺ? എങ്ങനെ ഹിന്ദി ചോദിക്കാം? സർ എന്നുള്ളതിന് ജി അല്ലെ? ക്യാ ആപ് ദോപഹർ കെ ബാദ് വഹാം ഹോംഗെ? ക്യാ ആപ് ദോപഹർ കെ ബാദ് വഹാം ഹോംഗെ അല്ലെ? ആപ് എന്നുള്ളതിന് താങ്കൾ, ആഫ്റ്റർനൂൺ ദോപഹർ, ആഫ്റ്റർനൂൺ ആണ് അല്ലെ? അപ്പൊ ദോപഹർ കെ ബാദ്, ദോപഹർ കെ ബാദ്. അവൈലബിൾ ആയിരിക്കുമോ, അവിടെ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് വഹാം ഹോംഗെ. ഓക്കെ, ആപ്പ് വന്നുകൊണ്ടാണ് ഇവിടെ ഹോംഗെ. ആപ് ദോപഹർ കെ ബാദ് വഹാ ഹോംഗെ. താങ്കൾ ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടാകുമോ, അവൈലബിൾ ആയിരിക്കുമോ? ഓക്കെ, വഹാ ഹോംഗെ എന്ന് ചോദിക്കാവുന്നതാണ്. സർ, വിൽ യു ബി അവൈലബിൾ ആഫ്റ്റർനൂൺ? ജി, ക്യാ ആപ് ദോപഹർ കെ ബാദ് വഹാ ഹോംഗെ? ഓക്കെ, ഇനി അഡ്രസ് ഒക്കെ ക്ലിയർ ആയി. ഇനി അവരെത്തുമ്പോൾ നമ്മളെ വിളിക്കാന്നാണ് പറയുന്നെങ്കിൽ അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ദ ലൊക്കേഷൻ. ഐ വിൽ കോൾ യു, ഞാൻ വിളിക്കാം. വെൻ ഐ റീച്ച് ദ ലൊക്കേഷൻ, ഞാൻ ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ താങ്കളെ വിളിക്കാം അല്ലെ? അതെങ്ങനെ ഹിന്ദി പറയാം? ഞാൻ ലൊക്കേഷൻ പൗഞ്ചത്തെ ഹി, ലൊക്കേഷനിൽ എത്തുമ്പോൾ തന്നെ അല്ലെ? മേ ലൊക്കേഷൻ പൗഞ്ചത്തെ ഹി, ഞാൻ ലൊക്കേഷനിൽ എത്തുമ്പോഴേക്കും ആപ്കോ കോൾ കരൂങ്ക, താങ്കളെ
കോൾ കരൂങ്ക വിളിക്കാം അല്ലെ, വിൽ കോൾ വിളിക്കാം. मैं ലൊക്കേഷൻ പहुंचते ही आपको കോൾ കരൂങ്ക, ഞാൻ ലൊക്കേഷൻ എത്തുമ്പോൾ തന്നെ താങ്കളെ വിളിക്കാം അല്ലെ. मैं ലൊക്കേഷൻ പहुंचते ही आपको കോൾ കരൂങ്ക, ഞാൻ ലൊക്കേഷനിൽ എത്തുമ്പോൾ തന്നെ താങ്കളെ വിളിച്ചോളാം. I will call you when I reach the location. Now I am standing in front of a temple. Where do I need to turn from here? Now I am standing in front of a temple. Where do I need to turn from here? നമ്മളൊരു ലാൻഡ് മാർക്ക് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ, ഇപ്പോൾ അതായത് ഒരു ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു ലാൻഡ് മാർക്ക്. അപ്പൊ അവരവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കുവാണ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നൊക്കെ അവർക്ക് അറിയണമെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. നൗ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടെമ്പിൾ. നൗ മീൻസ് ഇപ്പോൾ, ഐ ആം സ്റ്റാൻഡിങ് ഞാനിവിടെ നിൽക്കുവാണ്. എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് എ ടെമ്പിൾ, ടെമ്പിളിന്റെ മുമ്പിൽ, ഒരു ടെമ്പിളിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വേർ ഡു ഐ നീഡ് ടു ടേൺ ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് തിരിയേണ്ടത് അല്ലെ. വേർ ഡു ഐ നീഡ് ടു ടേൺ ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്. ഇതെങ്ങനെ ഹിന്ദി ചോദിക്കാം? ഞാൻ ഇപ്പോൾ അമ്പലത്തിന് മുൻപിൽ നിൽക്കുകയാണ് എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ എന്നുള്ളതിന് അബ്, ഞാൻ മേ, ഒരു അമ്പലം, ഏക് മന്ദിർ, അമ്പലം എന്നുള്ളതിന് ടെമ്പിൾ എന്നുള്ളതിന് മന്ദിർ, ഒരു അമ്പലം ഏക് മന്ദിർ. ഇനി മുൻപിൽ എന്നുള്ളതിന് കെ സാമ്നെ. അപ്പൊ കെ സാമ്നെ, കെ ബാദി രണ്ട് വാക്കുകളുടെ പ്രയോഗങ്ങൾ കൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കൂടി കണ്ടു നോക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. അപ്പൊ കെ സാമ്നെ എന്ന് പറയാൻ എന്താ അർത്ഥം? ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപിൽ അല്ലെ. അപ്പോ അമ്പലത്തിന് മുൻപിൽ മന്ദിർ കെ സാമ്നെ, ഒരമ്പലത്തിന് മുൻപിൽ ഏക് മന്ദിർ കെ സാമ്നെ നിൽക്കുകയാണ്. ഖടാഹും, ഖടാഹും. അബ് മേ ഏക് മന്ദിർ കെ സാമ്നെ ഖടാഹും. ഓക്കെ, ഞാനിപ്പോ ഒരു അമ്പലത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഖടാഹും എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. വേർ ഡു ഐ നീഡ് ടു ടേൺ ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് തിരിയേണ്ടത്? തിരിയുക എന്നുള്ളതിന് മുടന, മുടന. ഓക്കെ, എങ്ങോട്ടാണ് തിരിയേണ്ടത്? കഹാ മുടന ഹേ, എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്? കഹാ മുടന ഹേ. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്? ഇവിടെ നിന്ന്, ഇവിടെ എന്നുള്ളതിന് ഹിയർ അല്ലെ, യഹാം. ഇവിടെ നിന്ന് എന്നുള്ളതിന് യഹാസേ, ഇവിടെ നിന്ന്, ഫ്രം ഹിയർ. യഹാസേ മുझे കഹാ മുഡ്ന ഹേ, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്? യഹാസെ മുझे കഹാ മുഡ്ന ഹേ, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് തിരിയണം? നൗ ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടെമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു അമ്പലത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അല്ലെ. അബ് മേ ഏക് മന്ദിർ കെ സാമ്നെ ഖടാ ഹൂ. വേർ ഡു ഐ നീഡ് ടു ടേൺ ഫ്രം ഹിയർ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്? യഹാസെ മുझे കഹാ മുഡ്ന ഹേ, യഹാസെ മുझे കഹാ മുഡ്ന ഹേ എന്ന് നമുക്ക് ഹിന്ദിയിൽ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത അദ്ദേഹം വഴിയൊക്കെ മനസ്സിലാക്കി നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ എത്തി എന്നെങ്ങനെ പറയാം? ഐ ഹാവ് റീച്ച്ഡ് ഹിയർ, ഐ ഹാവ് റീച്ച്ഡ് ഹിയർ, ഞാൻ ഇവിടെ എത്തി അല്ലെ. ഞാൻ എന്നുള്ളതിന് മേം, ഇവിടെ എന്നുള്ളതിന് യഹാം അല്ലെ. യഹാം ഇവിടെ, വഹാം അവിടെ. അപ്പൊ ഇവിടെ എന്നുള്ളതിന് യഹാം, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ. ഹാവ് റീച്ച്ഡ് എത്തിയിട്ടുണ്ട്. ആ ഗയാ ഹൂ, മേ ഹാ ഗയാ ഹൂ. ഐ ഹാവ് റീച്ച്ഡ് ഹിയർ. ഹലോ മാം അല്ലെങ്കിൽ ഹലോ സർ, ഐ ഹാവ് റീച്ച്ഡ് ഹിയർ. മേ യഹാ ഗയാ ഹൂ. യു ഷുഡ് ഹാവ് റിസീവ്ഡ് ആൻ OTP, പ്ലീസ് ടെൽ മീ. നമുക്കറിയാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മളോട് ഫോണിലൊരു OTP വന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരാവോ എന്ന് ചോദിക്കാറുണ്ട്. കസ്റ്റമർ ഡെലിവറി ചെയ്തു എന്ന് കാണിക്കാൻ മൊബൈൽ വഴി വെരിഫിക്കേഷൻ നടത്തുന്ന അല്ലെ. അപ്പോൾ അങ്ങനെ ഒരു സെന്റൻസ് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? യു ഷുഡ് ഹാവ് റിസീവ്ഡ് ആൻ OTP, താങ്കൾക്കിപ്പോൾ ഒരു OTP കിട്ടിയിട്ടുണ്ടാവും. പ്ലീസ് ടെൽ മീ, അതൊന്ന് പറയൂ അല്ലെ. ദയവായി അതൊന്ന് പറയൂ. അപ്പൊ എങ്ങനെ പറയാം? യു ഷുഡ് ഹാവ് റിസീവ്ഡ് ആൻ OTP, താങ്കൾക്ക് ഒരു OTP കിട്ടിയിട്ടുണ്ടാവും. താങ്കൾക്ക് എന്നുള്ളതിന് ആപ്കോ അല്ലെ, ആപ്കോ. ഇനി ഒരു OTP എന്നുള്ളതിന് ഏക് OTP കിട്ടിയിട്ടുണ്ട് അല്ലെ, കിട്ടിയിട്ടുണ്ടാവും എന്നെങ്ങനെ പറയാം? മിലാ ഹോഗ. ഓക്കെ, മിലാ ഹോഗ കിട്ടിയിട്ടുണ്ടാവും. ആപ്കോ ഏക് OTP മിലാ ഹോഗ, താങ്കൾക്ക് ഒരു OTP കിട്ടിയിട്ടുണ്ടാവും. പ്ലീസ് ടെൽ മീ, ദയവായി പറയൂ അല്ലെ. പ്ലീസ് എന്നുള്ളതിന് കൃപയാ, കൃപയാ പ്ലീസ്. ടെൽ മീ എന്ന് വെച്ചാൽ എന്താണ്? പറയൂ
അല്ലെ, എന്നോട് പറയുന്നതാണ്. അപ്പോൾ കൃപയാ മുസ്സെ ബത്തായിയേ, എന്നോട് എന്നുള്ളത് വേണം എന്നാണെങ്കിൽ മുത്സെ എന്നുള്ള വാക്കുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് ടെൽ മീ, കൃപയാ മുസ്സെ ബത്തായിയേ, എന്നോട് പറയൂ എന്ന് നമുക്ക് പറയാം. यू शुड हैव रिसीव्ड एन OTP, आपको एक OTP मिला होगा, പ്ലീസ് ടെൽ മീ, കൃപയാ മുझसे बताइए എന്ന് പറയാവുന്നതാണ്. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ദിസ് ഈസ് യുവർ പാക്കേജ്. അപ്പോൾ OTP ഒക്കെ കൊടുത്തു, വെരിഫിക്കേഷൻ കറക്റ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ പാക്കേജ് കൊടുക്കുവാണ്. അപ്പൊ എങ്ങനെ പറയാം? ദിസ് ഈസ് യുവർ പാക്കേജ് അല്ലെ, ദിസ് ഈസ് യുവർ പാക്കേജ് അല്ലെ. അപ്പൊ അതെങ്ങനെ പറയാം? ദിസ് ഈസ് എന്ന് പറയാൻ യഹേ, യഹേ. യുവർ പാക്കേജ്, ആപ്കാ പാക്കേജ്, ഇതാണ് താങ്കളുടെ പാക്കേജ്. യഹേ ആപ്കാ പാക്കേജ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. പ്ലീസ് സൈൻ ഹിയർ, ദയവായി ഇവിടെ സൈൻ ചെയ്യൂ അല്ലെ. ദയവായി എന്നുള്ളതിന് കൃപയാ, പ്ലീസ് കൃപയാ. സൈൻ ചെയ്യൂ, സൈൻ കരേ, സൈൻ ചെയ്യൂ, സൈൻ കരേ. ഇനി എവിടെയാ സൈൻ ചെയ്യേണ്ടത്? ഇവിടെ അല്ലെ. ഇവിടെ എന്നുള്ളതിന് യഹ, കൃപയാ യഹ സൈൻ കരേ, ദയവായി ഇവിടെ സൈൻ ചെയ്യൂ, പ്ലീസ് സൈൻ ഹിയർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ലാസ്റ്റ് നമുക്ക് കസ്റ്റമറോട് ഒരു താങ്ക് യു പറഞ്ഞ് ആ കൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. താങ്ക് യു സർ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ധന്യവാദ് ജി. ഓക്കെ, ധന്യവാദ് ജി, താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന കൊറിയർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് വന്നൊരു കമൻറ്റ് വായിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരുടെ കമൻറ്റും ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മറുപടിയും തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.